നമസ്കാരം. ഷെക്കിന ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും നൈറ്റ്സ് ടെംപ്ലറുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പഴയ തലമുറ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി മലയോര പ്രദേശങ്ങളിലേക്ക് കുടിയേറ്റം നടത്തിയവരാണ്. എങ്കിലും അവരവരുടെ വിശ്വാസം എന്നും കാത്തു സൂക്ഷിച്ചിരുന്നു. വിശ്വാസാധിഷ്ഠിതമായ ജീവിതമാണ് അവര് എന്നും നയിച്ചിരുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ യുവതലമുറയും ജോലിക്ക് വേണ്ടിയും പഠനത്തിനുമൊക്കെയായി സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി തന്നെ കുടിയേറ്റം നടത്തുന്നുണ്ട്. പക്ഷെ അവരവരുടെ വിശ്വാസം ഒരു മുതൽക്കൂട്ടായി കൂടെ കൊണ്ടുപോകുന്നുണ്ടോ തുടങ്ങി ഒരുപാട് ആശങ്ക ഉയർത്തുന്ന ചോദ്യങ്ങൾ ഇന്ന് കുടിയേറ്റം സംബന്ധിച്ച് ഉയർന്നു വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് നൈറ്റ്സ് ടെംപ്ലർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റായ ബ്രദർ എം ജെറാൾഡ് ആണ്. ബ്രദർ, സ്വാഗതം നൈറ്റ്സ് ടെംപ്ലറിലേക്ക്. ബ്രദർ, ഇന്ന് കുടിയേറ്റം നടത്തുന്ന യുവതലമുറയെ കുറിച്ചാണ് പ്രേക്ഷകർ ചില ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അതില് ഒന്നാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്: പഴയ തലമുറ മലയോര പ്രദേശങ്ങളിലേക്ക് കുടിയേറി പാർത്തവരായിരുന്നു. അപ്പം അതേസമയം ഇന്നത്തെ യുവതലമുറ നഗരങ്ങളിലേക്കാണ് അവരുടെ സുഖ സൗകര്യങ്ങൾ നോക്കി നഗരങ്ങളിലേക്ക് കുടിയേറ്റം നടത്തുന്നു. അപ്പം ഈ സുഖ സൗകര്യങ്ങളോടുള്ള അമിതമായ അഭിനിവേശമല്ലേ ഈ കുടിയേറ്റത്തിന് കാരണമാകുന്നത്? ആ അഭിനിവേശം അതിര് കടക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. കുടിയേറ്റം അതിര് കടന്ന സുഖലോലുപതയോട് അഥവാ സമ്പത്തിനോടുള്ള ഒരു ആഗ്രഹം മൂലമല്ലേ? ഇവിടെ കുടിയേറ്റത്തിന്റെ കാരണം നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായും സമ്പത്തിനോടുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് എല്ലാ കുടിയേറ്റങ്ങളും നടന്നത്. പക്ഷെ കുടിയേറ്റത്തെ കുറിച്ച് പറയുമ്പോൾ കഷ്ടത നിറഞ്ഞ സാഹചര്യത്തിൽ നിന്ന് നഗരങ്ങളിലേക്ക് കുടിയേറുന്നു പറയുമ്പോൾ പണ്ട് കാലങ്ങളിൽ നടന്നിരുന്ന കുടിയേറ്റം അല്ലെങ്കിൽ നാഗരികത നദീതടങ്ങളോട് ചേർന്നായിരുന്നുവെങ്കിൽ ഇന്ന് നഗരങ്ങൾ കേന്ദ്രീകൃതമാണ്. സാഹചര്യം മാറിയതിന്റെ ഒരു കാരണമുണ്ട്. ഒന്ന്. രണ്ടാമത് ജീവിത സാഹചര്യങ്ങളിൽ മെച്ചപ്പെട്ട സാമ്പത്തിക നില നേടിക്കൊണ്ടും കൂടുതൽ മക്കളുള്ളത് കൊണ്ടും കൂടുതൽ സമ്പത്തും നല്ല വീടുകളും ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടി തന്നെയാണ് പഴയ തലമുറയിൽ കുടിയേറിയത്. അതുകൊണ്ട് കുടിയേറ്റത്തെ നമ്മൾ ഏതെങ്കിലും ഒരു കോണിൽ കൂടി, ഒരു വീക്ഷണകോണിൽ കൂടി മാത്രം നോക്കിക്കാണുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. പുതിയ തലമുറയുടെ കുടിയേറ്റം സമ്പത്ത് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണെന്ന് പറയുമ്പോൾ പഴയ തലമുറയുടെ കുടിയേറ്റത്തിന്റെ പിന്നിലും സാമ്പത്തികവും ഞെരുക്കവും ദാരിദ്ര്യവും ഒക്കെ മാറുക എന്ന ലക്ഷ്യം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ആ രണ്ട് കുടിയേറ്റങ്ങളിലും ചില വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കുടിയേറിയപ്പോൾ മൂല്യങ്ങളെ വിട്ടുകളഞ്ഞുകൊണ്ടല്ല, ദൈവം തരുന്ന മക്കളെ സ്വീകരിച്ചുകൊണ്ടും മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടുമായിരുന്നു കുടിയേറിയത് എന്നുള്ളതാണ്. എന്നാൽ ആ മേഖലയിലാണോ ഇന്ന് സമ്പത്തിന് വേണ്ടിയുള്ള അമിത ആഗ്രഹം മൂലമാണ് കുടിയേറ്റം ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കുടിയേറുന്നതോടൊപ്പം നമ്മൾ നമ്മുടെ വിശ്വാസ മൂല്യങ്ങളും സാംസ്കാരികമായ തനിമയും ഒക്കെ കാത്തു പരിപാലിക്കുകയും നമുക്ക് വീഴ്ച വരുന്നുണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. കുടിയേറ്റത്തെ ഒരു വിമർശനത്തിനോ വിശകലനത്തിനോ വിധേയമാക്കണമെന്നൊരു അഭിപ്രായം എനിക്കില്ല. കുടിയേറ്റത്തിന്റെ കാരണം അന്നും ഇന്നും സാമ്പത്തിക അഭിവൃദ്ധിയാണ്. കുടിയേറിയിട്ടില്ല എന്നുള്ള വാദം ഉയർത്തുന്നുണ്ടാകാം. അപ്പോൾ കുടിയേറാതെ ആയിരുന്നവർ പോലും സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി, കൂടുതൽ സമ്പത്തിന് വേണ്ടിയുള്ളതായ പ്രവൃത്തികൾ തുടർന്നിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് കുടിയേറ്റത്തെ അതിൽ തന്നെ ഒരു വിലയിരുത്തലിന് വിധേയമാക്കണമെന്നൊരു അഭിപ്രായം എനിക്കില്ല. ഓക്കെ ബ്രദർ, പക്ഷെ ഈ പറയുന്ന പഴയ തലമുറ എന്ന് പറയുന്നത് നേരത്തെ ബ്രദർ പറഞ്ഞു അവരുടെ മൂല്യങ്ങളെ ഒന്നും അവര് കൈമോശം വരുത്തിയിട്ടുണ്ടായിരുന്നില്ല. ആ മൂല്യങ്ങളെ എല്ലാം മുറുകെ പിടിച്ചുകൊണ്ടാണ് അവര് കുടിയേറിയിരുന്നത് എന്ന് പറഞ്ഞു. അതേസമയം സമ്പത്തിന് വേണ്ടിയിട്ടും അവര് കുടിയേറ്റം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ യുവതലമുറ ആ ഒരു വിശ്വാസ ചൈതന്യം കൈവിട്ടു പോകുന്നതായിട്ട് തോന്നിയിട്ടില്ലേ? വിശ്വാസ ചൈതന്യം കൈവിട്ടു പോയതായിട്ട് അതാണ് ഞാൻ പറഞ്ഞത്. അത് കൈവിട്ടു പോയെന്ന് പറയുമ്പോൾ അതിനതിൻ്റെതായ ഒത്തിരി കാരണങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അതെന്തുകൊണ്ട് അത് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട്. നമ്മുടെ മാതാപിതാക്കള് 8ഉം 10ഉം മക്കളുമായി ജീവിച്ചൊരു സാഹചര്യത്തില് അവര് ആ കഷ്ടപ്പാടും ദുരിതത്തിനും ഇടയ്ക്ക് സന്ധ്യാപ്രാർത്ഥനയിലും ആഴ്ചവട്ടങ്ങളിൽ മാത്രം, പലയിടത്തും ചിലയിടങ്ങളിൽ ആഴ്ചവട്ടങ്ങളിൽ മാത്രം ലഭ്യമായിരുന്ന പരിശുദ്ധ കുർബാനയും ഒക്കെ ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചപ്പോഴും അവര് വിശ്വാസം നമുക്ക് മുൻ തലമുറയ്ക്ക്, ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ മാതാപിതാക്കൾക്ക് പകർന്നു നൽകി. എന്നാൽ ഇന്നത്തെ പുത്തൻ തലമുറ കുടിയേറ്റത്തിന്റെ പേരിൽ പലപ്പോഴും കുറ്റക്കാരാക്കപ്പെടുന്ന തലമുറയുടെ മാതാപിതാക്കൾ വേണ്ട രീതിയിൽ വിമർശന വിധേയരാകുകയോ വിശകലനം ചെയ്യപ്പെടുകയോ ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. എനിക്ക് മറുചോദ്യമാണ് ഇതിനോട് ഇത്തരം ചോദ്യം ഉയർത്തുന്നവരോട് ചോദിക്കാനുള്ളത്. ഞാനടങ്ങുന്ന മാതാപിതാക്കൾ എത്രത്തോളം ശുഷ്കാന്തിയോടെ നമ്മുടെ സാംസ്കാരികമായ തനിമയും അതിന്റെ പൈതൃകങ്ങളും വിശ്വാസം പകർന്നു കൊടുക്കുവാനും ഒക്കെ നമുക്ക് കാണാം. വചനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അവ ജാഗരൂകതയോടെ നിന്റെ മക്കളെ പഠിപ്പിക്കണം. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും
അവൻ നിന്റെ കൈത്തണ്ടയിലും നിന്റെ ചിന്തയിലും ഉണ്ടായിരിക്കുന്ന പഠിപ്പിക്കുന്നുണ്ട്. അതില് ഞാനടങ്ങുന്ന പുതിയ തലമുറ മാതാപിതാക്കൾ എത്രത്തോളം ശുഷ്കാന്തി കാണിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ പ്രയോറിറ്റി എവിടെയായിരുന്നു എന്നുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് ചിന്തിച്ചാൽ മാത്രമേ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ആ ഒരു ചോദ്യത്തിന് മറുപടി ആവുകയുള്ളെന്നാണ് ഞാൻ കരുതുന്നത്. അതേസമയം ബ്രദർ, ഇപ്പം നാട്ടിൻപുറത്ത് നിന്ന് അല്ലെങ്കിൽ മലയോര മേഖലയിൽ നിന്ന് നഗരത്തിലേക്കാണ് കുടിയേറുന്നുണ്ട്, യുവതലമുറ കുടിയേറുന്നുണ്ട്. അപ്പം അവർക്ക് വിശ്വാസം പകർന്നു കൊടുക്കാൻ പറ്റാതെ പോയത് കൊണ്ട്, അല്ലെങ്കിൽ വേണ്ട കാര്യക്ഷമമായി അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ അവർക്ക് വിശ്വാസത്തിൽ ഒരു കുറവ് വരുന്നത്. അതേസമയം തന്നെ അവർക്ക് മക്കൾ ഉണ്ടാകുമ്പോഴും ഈ പറയുന്ന ആ ഒരു വിശ്വാസം പകർന്നു കൊടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്നില്ലേ? തീർച്ചയായും അതുണ്ടാകുന്നു. അതാണല്ലോ, വിശ്വാസം കൈമാറ്റപ്പെടേണ്ടതാണല്ലോ. തീർച്ചയായും ആ കൈമാറ്റത്തിൽ ഒരു വീഴ്ച വരുന്നുണ്ടെന്നല്ലാണ്. അതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഞാനടങ്ങുന്ന മാതാപിതാക്കൾ, എനിക്ക് എന്റെ മക്കളിൽ 3 പേർ പ്രായപൂർത്തിയായവരാണ്. അപ്പൊ ഞാനടങ്ങുന്ന മാതാപിതാക്കൾ ശുഷ്കാന്തിയോടുകൂടി, നിഷ്ഠയോടുകൂടി, നിർബന്ധ ബുദ്ധിയാണ്. ഇപ്പൊ നമ്മൾ പറയാം യഹൂദർ ലോകത്തിലാകെ 2 ലക്ഷം ഉള്ളൂ എന്നാണ്, 2 കോടി യഹൂദർ എന്നാണ് മൊത്തത്തിൽ പറയപ്പെടുന്നത്. അതിൽ തന്നെ പ്രാക്ടീസിംഗ് ആയ യഹൂദൻ എന്ന് പറയുന്നത് 30% ഉള്ളതെന്നാണ് പറയുന്നത്. 30% ലോകത്തെ സ്വാധീനിക്കുന്നതെന്നും പറയുന്നു. യഹൂദൻ, ആ പ്രാക്ടീസിംഗ് യഹൂദൻ എവിടെ പോയാലും യഹൂദനാണ്. ഞാൻ യഹൂദ മതത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് പറയാനുണ്ട്. അതേസമയം ഈ പറയുന്ന നമ്മള് അത് കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യകതയെ കുറിച്ചുള്ള ബോധ്യവും അത് പകർന്നു കൊടുക്കാനുണ്ടാകുന്ന പരാജയം മൂലം വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടുന്നു, ആ ചങ്ങല മുറിയപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളത് വേദനയോടെ തിരിച്ചറിയേണ്ടതും ഉടൻ തന്നെ അതിന്റെ പരിഹാര മാർഗങ്ങളിലേക്ക് പോകേണ്ടതുമാണ്. ഇപ്പൊ കുടിയേറ്റത്തിന്റെ ന്യായാന്യായങ്ങളും ശരിതെറ്റുകളും വിശകലനം ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ഇപ്പോൾ സമയമുണ്ട്, നമ്മുടെ കൈകളിൽ സമയമുണ്ട്. ഈ സമയത്തെ മുതലാക്കിക്കൊണ്ട് നഷ്ടപ്പെട്ടു പോയ വിശ്വാസ പാരമ്പര്യം പകർന്നു നിൽക്കുന്ന ആ രീതി വീണ്ടെടുക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനോട് ചേർത്ത് വെച്ചു. ഓക്കെ ബ്രദർ ഇപ്പൊ പറഞ്ഞില്ലേ ഈ വിശ്വാസം കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു സമയമാണ് എന്നുള്ളത്. അപ്പൊ അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? ഒരു വിശ്വാസം എങ്ങനെ പുതുതലമുറയിലേക്കും അവരുടെ തലമുറയിലേക്കുമായിട്ട്, അതായത് ഇനി വരാൻ പോകുന്ന തലമുറയിലേക്കൊക്കെ ആയിട്ട് എങ്ങനെയാണ് വിശ്വാസം പകർന്നു കൊടുക്കാൻ സാധിക്കുക? അപ്പൊ അങ്ങനെ ചോദിച്ചാൽ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ പുതിയ തലമുറയുടെ വിശ്വാസം, നമുക്ക് പണ്ട് കാലങ്ങളില് ഒരു 30 കൊല്ലം മുമ്പ്, ഇപ്പൊ എന്റെയൊക്കെ ഒരു ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ 30 കൊല്ലം മുമ്പുള്ള പാപം എന്ന് പറഞ്ഞാൽ കൂടുതലും പാപങ്ങൾ ജഡിക തലത്തിലായിരുന്നു, ശാരീരിക തലത്തിലായിരുന്നു, സമ്പത്തിനോട് ചേർന്ന് വെച്ചുകൊണ്ടാണ്. എന്നാൽ ഇന്ന് വരുന്ന പുതിയ തലമുറയെ സംബന്ധിച്ച് പാപം എന്ന് പറയുന്ന ആത്മീയ തലത്തിലും ഭൗതിക തലത്തിലുമാണ് വരുന്നത്. അവർ പ്രതിസന്ധിയിൽ നേരിടുന്നത്. ഈ കാലഘട്ടത്തിൽ വിശ്വാസം പകർന്നു കൊടുക്കുക എന്ന് പറയുമ്പോൾ 2 രീതിയിൽ നമ്മൾ വിശ്വാസത്തെ ഡിബേറ്റ് പിള്ളേർക്ക് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ വേദതർക്കം എന്ന് പറയുന്ന വിശ്വാസത്തെ മറ്റു മതങ്ങളിൽ നിന്ന് ക്രിസ്തു വിശ്വാസത്തിന്റെ അനന്യത എന്താണ് എന്ന് മറ്റു മതങ്ങളുമായി സംവദിക്കുന്ന, ഞാൻ പറയുന്ന ബഹളങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം മറിച്ച് അപ്പസ്തോലന്മാർ, നമുക്കറിയാം റോമാലേഖനം അവസാനിക്കുന്ന പൗലോസ് അപ്പസ്തോലൻ ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസിച്ചുകൊണ്ട് തർക്കിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ നമുക്ക് കാണാൻ പറ്റുന്ന പ്രശ്നം അന്യദേവൻ എന്നുള്ള, അജ്ഞാത ദേവൻ എന്നുള്ള ബോർഡ് ഞാൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവിടങ്ങളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന വേദതർക്കങ്ങളും മത ചർച്ചകളുമാണ്. അങ്ങനെ മതചർച്ചകളിലൂടെ നമ്മുടെ വിശ്വാസം നമ്മൾ പൊതുസമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കണം. രാഷ്ട്രീയ മേഖലയിലാണെങ്കിൽ ക്രിസ്ത്യൻ മൂല്യത്തിന് വേണ്ടി നമ്മൾ ഉറക്കെ നിലകൊള്ളാൻ പറ്റണം. നീതി നിഷേധിക്കപ്പെടുമ്പോൾ മതവിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളതല്ല, നീതി നിഷേധിക്കപ്പെടുമ്പോൾ ശക്തമായി ഫാദർ സ്റ്റാൻ സ്വാമിയെ പോലെ ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ട് മുമ്പോട്ട് വരികയും അങ്ങനെ മാതൃക കാണിക്കുകയും ചെയ്യണം. മറ്റൊന്ന്, ഈ വിശ്വാസം എങ്ങനെ പകർന്നു കൊടുക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, ഇന്നത്തെ പിള്ളേര്, ഇന്നത്തെ പുതിയ തലമുറ കണ്ടും തൊട്ടും അറിഞ്ഞുമൊക്കെയാണ് സ്വീകരിക്കുന്നത്. പണ്ട് വായിച്ചോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ നിർബന്ധം മൂലം സ്വീകരിക്കുന്ന തലമുറ ഇന്ന് അങ്ങനെയല്ല. അപ്പൊ പുതിയ തലമുറയുടെ ടേസ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തീയ മൂല്യങ്ങൾ ഉള്ളിടത്ത് മാത്രമേ മതേതരത്വം, ജനാധിപത്യം, സമത്വം, സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസ, സാംസ്കാരിക അഭിവൃദ്ധിയുള്ളൂവെന്നും അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷ, ഇപ്പൊ യൂറോപ്പിലേക്ക് പലരും പോകുന്നുണ്ട്, മെച്ചപ്പെട്ട സാമൂഹ്യ സുരക്ഷയാണ്. എന്തിനാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്ന് പോലും എല്ലാവരും ഓടുന്ന യൂറോപ്പിലേക്കാണ്. ചെന്നിട്ട് അവിടെ കലാപബാധിതമാക്കുകയാണ് വേറൊരു കാര്യം. പക്ഷേ അങ്ങോട്ട് ഓടുകയാണ്. അപ്പം ക്രിസ്ത്യാനിറ്റിയുടെ ജനാധിപത്യം നിലനിൽക്കുവാൻ ക്രിസ്തീയ മൂല്യത്തിന്റെ ആവശ്യകത എന്താണെന്ന് നമ്മൾ കൃത്യമായി മക്കളോട് കുടുംബത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ക്രിസ്ത്യൻ മൂല്യങ്ങൾ അന്യം നിന്നു പോണ സമൂഹങ്ങൾ മുഴുവൻ അവിടെ ഒരു ക്രമരാഹിത്യമാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ക്രിസ്ത്യൻ മൂല്യങ്ങൾ നിലനിൽക്കേണ്ടതിന്റെ വിദ്യാഭ്യാസ മേഖല അഭിവൃദ്ധി ഉണ്ടാകണം. ഇപ്പൊ ശാസ്ത്രീയ മേഖല നമ്മൾ നോക്കിക്കേ, ഇപ്പൊ യുക്തിവാദികൾ ക്രിസ്തുവിശ്വാസം നിഷേധിക്കുകയും വിമർശിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. വടക്കേ ഇന്ത്യയിൽ പോയിട്ട് പിന്നോക്കാവസ്ഥയുള്ളവർക്ക് വേണ്ടി യുക്തിവാദികൾ എന്താണ് ചെയ്യുന്നത്? അപ്പൊ ക്രിസ്തുവിശ്വാസത്തിന്റെ ആവശ്യകത എന്താണ്? സാമ്പത്തികമായ, വിദ്യാഭ്യാസപരമായ, സാംസ്കാരികമായ, ജനാധിപത്യപരമായ, രാഷ്ട്രീയമായ അഭിവൃദ്ധി ഒരു നാടിനുണ്ടാകണമെങ്കിൽ
അവിടെ ക്രിസ്തീയത അനിവാര്യമാണ് എന്ന് സാമൂഹ്യ തലത്തിൽ മതത്തിന് ക്രിസ്തുവിശ്വാസത്തിന് പുറത്തും അതോടൊപ്പം ഏറ്റവും നല്ല ദൈവികതയുടെ പരിപൂർണത ക്രിസ്തുവിലാണെന്നുള്ളതും ആത്മീയമായും ഭൗതികമായും ക്രിസ്തുവിന്റെയും ക്രിസ്തു വിശ്വാസത്തിന്റെയും ക്രൈസ്തവ മൂല്യത്തിന്റെയും അനന്യത സവിശേഷത ഒഴിച്ചുകൂടാനാവാത്ത കാരണം എന്താണെന്ന് നമുക്ക് നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്താൻ പറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് വിശ്വാസത്തെ നമുക്ക് വേണ്ട രീതിയിൽ പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ. ഭക്തി മാർഗത്തോട് പുതിയ തലമുറയ്ക്ക് ഒരു വിമുഖതയുണ്ട്. അതുകൊണ്ട് ഭക്തി മാർഗത്തിൽ പണ്ട് കാലത്ത് ദൈവ ഭയം നമുക്ക് പറയാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ മാതാപിതാക്കളോട് ഭയം പറയാൻ പറ്റും. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കാര്യകാരണ സഹിതം വ്യാഖ്യാനിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് വിശ്വാസം നമ്മുടെ മക്കളിലേക്ക് വളർന്നു കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ എന്റെ കുഞ്ഞുങ്ങളോടൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്തുകൊണ്ട് ക്രൈസ്തവ മൂല്യങ്ങളിൽ ഉള്ളവർ ക്രൈസ്തവ മൂല്യം രാഷ്ട്രീയ മേഖലയിൽ നമ്മൾ ഉറപ്പിക്കണം, കച്ചവട മേഖലയിൽ ക്രൈസ്തവ മൂല്യമുള്ളവർ ഉണ്ടാകണം. ഇപ്പൊ കേരളത്തിന്റെ കഴിഞ്ഞ 10-15 വർഷത്തെ സാമൂഹ്യ സ്ഥിതി എടുത്ത് നോക്കിക്കേ. ഉദ്യോഗസ്ഥ രാഷ്ട്രീയ മേഖലയിൽ നിന്ന് കൃത്യന് അസാന്നിധ്യം ഉണ്ടാകുന്നതനുസരിച്ച് കണ്ണു തുറന്ന് കാണാൻ പറ്റുന്ന ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ ഒരുതരം ക്രമരാഹിത്യമാണ് ഉണ്ടാകുന്നത്. ഈ കഴിഞ്ഞയാഴ്ച നമ്മൾ കണ്ടു, ഒരു ബസിന്റെ ഓണറെ കോടതി വിധി ഉണ്ടായിട്ട് പോലും പോലീസുകാരുടെ മുമ്പിലിട്ട് യൂണിയൻ നേതാവ് കയ്യേറ്റം ചെയ്യുകയാണ്. എന്നാൽ 10 കൊല്ലം മുമ്പ് അങ്ങനെ ഇല്ലായിരുന്നു. അപ്പൊ സമസ്ത മേഖലയിലും ഒരുതരം ക്രമരാഹിത്യം ഉണ്ടാകുന്നു. അപ്പം ക്രിസ്ത്യാനികളും ക്രിസ്ത്യ മൂല്യത്തിന്റെയും ആവശ്യകത ഒഴിച്ചുകൂടാനാവാത്ത അവസ്ഥ ഭൗതികമായി ബോധ്യപ്പെടുത്തുകയും ക്രിസ്തു ദർശനത്തിന്റെ വിശ്വാസപരമായ സവിശേഷത ആത്മീയ തലത്തിൽ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ പുതിയ തലമുറയെ, അതായത് തോമായുടെ മക്കളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ ബ്രദർ, വളരെ വ്യക്തമാണ്. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, സമ്പത്തിനോടുള്ള അഭിനിവേശവും കൂടുതൽ സമ്പാദിക്കാനുള്ള ത്വരയും അല്ലെ ഇന്നത്തെ യുവജനങ്ങളിൽ എളുപ്പ വഴിയിലൂടെ സ്വത്ത് സമ്പാദനത്തിന് പ്രേരണ നൽകുന്നത്. എന്നാൽ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു വിമുഖത ഇന്ന് പൊതുവെ കണ്ടുവരുന്നില്ലേ? ഇന്നത്തെ കാലഘട്ടത്തില് യുവതലമുറ എളുപ്പം എങ്ങനെ പണം ഉണ്ടാക്കാം എന്ന കാര്യത്തിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം അത് ഒരു പ്രശ്നമാവുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അതായത് കഠിനാധ്വാനത്തോടുള്ള വിമുഖതയും എന്നാൽ സമ്പത്തിനോടുള്ള ആഗ്രഹം നിലനിൽക്കുന്നതുമായ ഒരു അവസ്ഥയാണ് ഇവിടെ ഈ ചോദ്യകർത്താവ് ഉയർത്തുന്നത്. ഓക്കെ, ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ഇതിന് നമ്മൾ ഇല്ല എന്ന് പറഞ്ഞാൽ തെറ്റായി പോകും. അത്തരം ഒരു വിമുഖതയുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ പോലും അടുത്ത് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും കാണുന്ന ഈ പറയുന്ന ഒരു വിമുഖത, കഠിനാധ്വാനത്തോടുള്ള വിമുഖത ചുറ്റുവട്ടങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും ഒക്കെ നമുക്ക് കാണാനുണ്ട്. ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല. പക്ഷേ അതിനെ നമ്മൾ എല്ലാത്തിനും നമ്മളിപ്പോ കണ്ടെത്തുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയെ കണ്ടെത്തുക. നമ്മളെല്ലാത്തിനും ഒരു പ്രതിയെ കണ്ടെത്തുക, കുറ്റവാളിയെ കണ്ടെത്തുന്ന ഒരു തരം വരുന്നുണ്ടെന്നുണ്ട്. അടിസ്ഥാന കാരണങ്ങളിലേക്ക് നമ്മൾ പോകാതെ പലപ്പോഴും പ്രതികരണങ്ങളിൽ നിൽക്കുക, പ്രവൃത്തികളിലേക്ക് പോകാതെ പ്രതികരണങ്ങളിലേക്ക് വരുന്നു. അത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ക്രിസ്തീയ മേഖലയിൽ പൊതുവെ എനിക്ക് തോന്നുന്നുണ്ട് പ്രതികരണങ്ങളിലേക്ക് പെട്ടെന്ന് പോകുന്നുണ്ട്. പ്രതികരിക്കുക എന്നുള്ളത് സ്വാഭാവികമായും ഒരു മനുഷ്യസഹജമായ ഒരു വാസനയാണ്. പ്രതികരണം അത്യന്താപേക്ഷിതമാണ്. പക്ഷെ അടിസ്ഥാന കാര്യങ്ങൾ കൂടി പരിഹരിക്കാതെ പ്രതികരിക്കുന്ന രീതി കാണുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് യുവതലമുറയിലേക്ക് നോക്കുമ്പോൾ കഠിനാധ്വാനത്തിലുള്ള വിമുഖതയും നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ആത്മീയ മേഖലയിൽ നമുക്കുണ്ടായ ഒരു ഗതിമാറ്റമുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നതൊന്നും കാര്യസാധ്യത്തിന് വേണ്ടി ആയിരുന്നില്ല. ഇന്ന് ഈ പറയുന്ന സമൃദ്ധിയുടെ സുവിശേഷത്തെ കരിസ്മാറ്റിക് മേഖലയിലുള്ള സുവിശേഷകർ തന്നെ ശക്തമായി എതിർക്കുന്നു. അപ്പൊ നമ്മൾ ഈ കാര്യസാധ്യത്തിന് വേണ്ടി പള്ളിയിൽ പോകുന്നു. പള്ളിയിൽ പോക്കും പ്രാർത്ഥനയ്ക്കും ശേഷം ഞാനാകുന്ന അപ്പനിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഒന്ന്. രണ്ടാമത്, ഞാൻ പള്ളിയിൽ പോകുന്നത് തന്നെ എന്തിനാണ്? എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പൊ നമ്മുടെ പ്രയോറിറ്റി സ്വാഭാവികമായും മെറ്റീരിയലിസത്തിലേക്ക്, ഭൗതികതയിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായി അവരുടെ മനസ്സിനെ അന്തമാക്കിയിരിക്കുന്നതിനാൽ ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ മഹനീയത അവർക്ക് ദൃശ്യമല്ല എന്ന് കൊറിന്തോസ് ലേഖനത്തിൽ പറയുന്നു. ക്രിസ്തീയ ജീവിതം സഹനത്തിലൂടെ കടന്നു പോകും. ദൈവം നൽകുന്നതെല്ലാം വിശുദ്ധമാണ് എന്ന് സ്വീകരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ക്രിസ്തുവിനോട്, ദൈവത്തോട് ചേർന്ന് നിന്നാൽ സമൃദ്ധി മാത്രമേ ഉണ്ടാകുന്നുള്ള ധാരണയിലേക്ക് മാറുകയും നമ്മുടെ പ്രയോറിറ്റി ഈ രീതിയിൽ മാറ്റിവെക്കപ്പെട്ടു. നമ്മുടെ മുൻഗണനാ ക്രമം മാറിപ്പോയിട്ടുണ്ട്. അവിടെ നിന്നാണ് ഈ പറയുന്ന വിമുഖതയും ഈ അലസതയും എന്നാൽ സമ്പത്തിനോടുള്ള ഒരു ആർത്തിയും കടന്നു വരുന്നത്. കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്നിടത്ത് കുറവുണ്ടായി. നമുക്കൊന്നൊരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. അങ്ങനെ 1-ാം പ്രമാണത്തിന്റെ ലംഘനം ഇതിന് കാരണമാണ്. ഞാനടക്കമുള്ള മാതാപിതാക്കളുടെ 1-ാം പ്രമാണത്തിന്റെ ലംഘനം. ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകണമെന്ന് പറയുന്ന കൽപ്പന എന്ന് പറയുന്നത് എന്താണ്? ഞാൻ മതി നിനക്കെന്നുള്ള കൽപ്പനയാണ്. നമ്മൾ പറയുന്ന ദൈവം എന്ന് പറയുന്നതിന് പകരം വേറെ എന്തെങ്കിലും ആരാധിക്കുന്നുണ്ടോ എന്നുള്ള ഭയമൊക്കെ പലരും പറയുക. 1-ാം പ്രമാണത്തിന്റെ ലംഘനം എന്ന് പറയുന്നത് ദൈവാശ്രയത്തിൽ
കുറവുണ്ടാകുന്നു. രണ്ട്, ദൈവത്തിൽ ആശ്രയിക്കുന്നത് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള കാരണമാണ് വരുന്നത്. അപ്പൊ നമുക്കറിയാം, കർത്താവ് വേണ്ടെന്ന് വെച്ച ശരീരത്തിന്റെ ആവശ്യങ്ങൾ, അപ്പം വർദ്ധിപ്പിക്കുക, പേരും പ്രസിദ്ധിക്കും, ഈ മലയിൽ നിന്ന് ദേവാലയ ഗോപുരത്തിൽ നിന്ന് ചാടാൻ പറയുന്ന അവസ്ഥകള്, ലോകത്തിന്റെ മുഴുവൻ കാണിച്ചു കൊടുക്കുന്ന കണ്ണിന്റെ ദുരാശ, ജഡത്തിന്റെ ദുരാശ, ലോകത്തിന്റെ അഹന്ത, ഈ വക കാര്യങ്ങളിലേക്ക് നമ്മൾ വീണുപോയിട്ടുണ്ട്. ഞാനടങ്ങുന്ന മാതാപിതാക്കളും സഭയും ഒക്കെ ഈ മെറ്റീരിയലിസ്റ്റിലേക്ക് വീണുപോയി. അതിന്റെ ഒരു ദുരന്തമാണ് ഈ പറയുന്ന പുതിയ തലമുറയിൽ ഉണ്ട് എന്ന് നമ്മൾ ഇപ്പോൾ പറയുന്ന ഈ വിമുഖതയും എളുപ്പ വഴിയില് സമ്പത്ത് ആർജിക്കാനുള്ള പ്രേരണയും ഇല്ലീഗലായിട്ടുള്ള, നമ്മൾ കാണാം ബാംഗ്ലൂരിന് ആഴ്ചയിൽ ഒരിക്കൽ കൊച്ചിയിൽ വന്ന് മയക്കുമരുന്ന് വിറ്റിട്ട് പോകുന്ന യുവതി യുവാക്കളെയൊക്കെ നമ്മൾ കണ്ടു. അപ്പം അതിന് പറയുമ്പോൾ നമ്മൾ നേരിട്ട് പറയും അവരെ ഒറ്റയടി കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്. പക്ഷെ യഥാർത്ഥ കാരണം എന്താണ്? ഞാൻ ജീവിക്കുകയും ഞാൻ അധ്വാനിക്കുകയും ഞാൻ പള്ളിയിൽ പോവുകയും ചെയ്യുന്നത് ടു ബി ബ്ലെസ്ഡ്, അനുഗ്രഹിക്കപ്പെടുവാൻ, ബ്ലെസ്ഡ് എന്ന് പറയാൻ പോലെ സമൃദ്ധിക്ക് വേണ്ടിയാണെന്നുള്ള കാര്യം നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ വിമുഖതയെ മാത്രം നമുക്ക് എളുപ്പമാണ് അവരിൽ കാണുന്ന ഒരു തരം അലസതയെയും സമൃദ്ധിക്ക് വേണ്ടി എളുപ്പത്തിൽ സമ്പന്നനാകാനുള്ള പ്രവണതയെ നമ്മൾ കണ്ടെത്തുമ്പോഴും മാറ്റം വരേണ്ടത് മാതാപിതാക്കൾക്കാണ്, സഭയ്ക്കാണ് എന്നുള്ളൊരു കാര്യം കൂടി ഇത് മൂന്നും കൂടി ഒന്നിച്ച് ചേർത്ത് വെച്ചാൽ മാത്രമേ ഈ പറയുന്ന ഇത്തരം ഒരു നിരീക്ഷണം ശരിയാവുകയുള്ളൂ എന്നാണ് എനിക്ക് ചേർത്ത് വെച്ച് പറയാനുള്ളത്. ഓക്കെ ബ്രദർ, എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ കഠിനാധ്വാനത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴ് പഴയ തലമുറ ഈ പറയുന്ന കാലാവസ്ഥയെ അതുപോലെ വന്യമൃഗങ്ങളെയും എല്ലാം അവരോടൊക്കെ മല്ലടിച്ചിട്ടാണ് സ്വത്ത് സമ്പാദനം നടത്തിയിരുന്നത്. എനിക്ക് തോന്നുന്നു അവരെ സംബന്ധിച്ച് ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യുക എന്നത് മാത്രമായിരുന്നു അവരുടെ പോസിബിലിറ്റി, അല്ലാതെ അവർക്ക് മറ്റു ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ യുവതലമുറ ഇപ്പം മലയോര മേഖലയിൽ നിന്നോ നാട്ടുമ്പുറത്തു നിന്നോ നഗരത്തിലേക്ക് കുടിയേറുന്നവരെല്ലാവരും വിദ്യാസമ്പന്നരായ യുവാക്കളാണ്, അതുകൊണ്ട് യുവതലമുറയാണ്. അപ്പം അവർക്ക് ഒരു ജോലി ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ അവർ കംഫർട്ടബിൾ അല്ല എങ്കിൽ മറ്റൊരു സാഹചര്യത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു ഓപ്ഷൻസ്, അല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് അവരുടെ മുന്നിലുണ്ട്. അപ്പം പക്ഷെ അതേസമയം ആ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത് ആ പ്രതികൂല സാഹചര്യത്തെ ഓവർകം ചെയ്യാനുള്ള അവരുടെ ആ ഒരു കപ്പാസിറ്റീനെ ഇന്നത്തെ സാഹചര്യങ്ങൾ കുറയ്ക്കുന്നുണ്ടല്ലോ. അതായത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു ചങ്കുറപ്പ്, അല്ല എന്നാ പറയുന്നില്ല, വിശ്വാസം കാത്തു സൂക്ഷിക്കാനോ പല പ്രതികൂലങ്ങളെ നേരിടാനുള്ളതായ പ്രയാസത്തെ കുറിച്ചായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പം അത് പറയുമ്പോൾ ഈ ഒരു മേഖലയിൽ വലിയൊരു കുറവ് പുതിയ തലമുറയിലുണ്ട്. അതായത് സ്വന്തമായ ഒരു വ്യക്തിമുദ്ര, പഴയ കാരണവന്മാര് നമുക്ക് പറയാം. ഇപ്പൊ ഞാൻ എന്റെ ചെറുപ്പങ്ങളിലൊക്കെ ഓർക്കുന്നുണ്ട്, ഇഞ്ചി, മഞ്ഞൾ, അങ്ങനെ കൃഷിയുടെ വലിയൊരു മേഖല തന്നെ അധ്വാനിക്കാണ്. പക്ഷെ ആ സമയത്തും ഞങ്ങളെല്ലാം പേപ്പറുകൾ വായിക്കും, എല്ലാ പേപ്പറും വായിക്കുമായിരുന്നു. കരുണാകരന്റെ പ്രസ്താവനയും ഉമ്മൻചാണ്ടിയുടെ പ്രസ്താവനയും AK ആന്റണിയുടെ പ്രസ്താവനയും നായനാരുടെയും EMSന്റെയും ഒക്കെ പ്രസ്താവനകൾ കൃത്യമായും ഈ തിരക്കിനിടയിലും ഞങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെച്ച് പോരുവാൻ. അപ്പൊ അതിന്റെ കാരണം എന്റെ തലമുറയിൽപ്പെട്ടവരുടെ ഞങ്ങളുടെ മാതാപിതാക്കളും അതേപോലെ തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ദുരിതത്തിനിടയിലും കൃത്യമായ രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക, വിശ്വാസപരമായ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുവാനും വിശ്വാസ വീര്യം കാത്തു സൂക്ഷിക്കാനും സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് കുറച്ചുകൂടെ ഇവിടെ ഇപ്പോൾ പറഞ്ഞതുപോലെ അനുകൂലമായ സാഹചര്യങ്ങളിൽ പോലും ഇത് സാധിക്കാതെ വരുന്നൊരു തലമുണ്ട് എന്നുള്ളത്, അതിനെക്കുറിച്ച് ഞാൻ ദീർഘമായി സംസാരിക്കുന്ന കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അനുകൂല സാഹചര്യങ്ങളിൽ പോലും പുതിയ മേഖലകൾ, പുതിയ തലമുറയുടെ കണ്ടുപിടുത്തങ്ങൾ നോക്കിക്കോളൂ. എങ്ങനെ ഗിയറില്ലാതെ വണ്ടി ഓടിക്കാം, ഡ്രൈവറില്ലാതെ വണ്ടി ഓടിക്കാം, എങ്ങനെ തുണി അലക്കാം, കൈയില്ലാതെ കായികമായ അധ്വാനമില്ലാതെ എങ്ങനെ തുണി അലക്കാം, എങ്ങനെ റെഡിമെയ്ഡ് ഭക്ഷണം കഴിക്കാം, അങ്ങനെ എല്ലാ ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം നിൽക്കുന്നത് ഭൗതികമായ അധ്വാനത്തെ കുറയ്ക്കുന്ന രീതിയിലാണ്. എന്നാൽ പുതിയ കഥകളോ കവിതകളോ സാഹിത്യ രചനകളോ വിമർശനങ്ങളോ രാഷ്ട്രീയ നിരീക്ഷകരോ നിരൂപകരോ ഒന്നും കടന്നു വരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതുവഴി ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഉദ്യോഗസ്ഥ ഭരണമാണ്, ഏകാധിപത്യ ഭരണമാണ്. ഈ വിഷയത്തിൽ പുതിയ തലമുറ സ്വയം വിമർശനത്തിന് തയ്യാറാവുകയും മതിയാവുകയുള്ളൂ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ പുതിയ തലമുറയെ വിമർശിക്കേണ്ടത് അവരുടെ മറ്റേതിനേക്കാൾ കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നത് സാമൂഹ്യ രാഷ്ട്രീയ പ്രതിബദ്ധതയില്ലായ്മയിലാണ്. വലിയൊരു ദുരന്തമാണ് ഈ മേഖല വരാൻ പോകുന്നത്. കാരണം വ്യക്തിമുദ്ര പതിപ്പിക്കേണ്ട മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാതെയും വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ട മേഖലയിൽ വിശ്വാസം ഉറക്കെ കാത്തു സൂക്ഷിക്കാതെയും വരുമ്പോൾ അപ്പുറത്തുള്ള പച്ചയ്ക്ക് പറഞ്ഞാൽ, തെളിച്ച് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇസ്ലാമോ തീവ്ര ഇടതുപക്ഷമോ തീവ്ര വലതുപക്ഷമോ ഒരു സമൂഹത്തിൽ വേരൂന്നാനുള്ള കാരണം സത്യം അറിയുകയും വിശ്വാസം പകർന്നു കിട്ടുകയും ചെയ്ത തലമുറ ആ സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുവാൻ
പരസ്യമായി തയ്യാറാകുന്നില്ല, എഴുതാൻ തയ്യാറാകുന്നില്ല, പ്രസംഗിക്കാൻ തയ്യാറാകുന്നില്ല, കവിതകൾ രചിക്കുന്നില്ല, അങ്ങനെയുള്ള മേഖലകളിൽ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നില്ല എന്നുള്ളത് സേഫ് സോണുകളിലേക്ക് മാറുന്ന സംഘടനകളെയും നേതാക്കളെയും പുതിയ തലമുറയാണ് നമ്മൾ കാണുന്നതെന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ മേഖലയിൽ അടിയന്തരമായി തിരുത്തു വരുത്തേണ്ടതാണ്. പേപ്പർ വായിക്കുക എന്നുള്ളതും രാഷ്ട്രത്തെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതും അടിയന്തരമായി തുടങ്ങുന്നില്ല എങ്കിൽ ഉദ്യോഗസ്ഥ ഭരണത്തിലേക്കും ഇപ്പോൾ കേരളത്തിലുള്ളതുപോലെ ഏകാധിപത്യ ഫാസിസ്റ്റ് പ്രവണതകളിലേക്കും ഒപ്പുകുത്താനിടയാകും. ആ മേഖലയിൽ പുതിയ തലമുറയ്ക്ക് കാര്യമായ തിരുത്തൽ ആവശ്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ ബ്രദർ, വളരെ വ്യക്തമാണ്. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, പുതിയ തലമുറയുടെ ഈ സാമ്പത്തിക ഭദ്രതയുടെയും സുഖ സൗകര്യങ്ങളുടെയും പിന്നാലെ പരക്കം പായുന്നതല്ലേ മറ്റു രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിനുള്ള അടിസ്ഥാന കാരണം? ഇങ്ങനെ കുടിയേറ്റം നടത്തുമ്പോൾ മാതാപിതാക്കളോടുള്ള കടമകൾ നിറവേറ്റുന്നതിൽ അവര് പരാജയപ്പെടുന്നില്ലേ എന്നാണ് അടുത്ത ചോദ്യം. കുടിയേറ്റ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ വീണ്ടും ഞാൻ പറയട്ടെ, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന സമൂഹ മാധ്യമങ്ങളിലെ പൊതുജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും നിരീക്ഷിച്ച ഒരു കാര്യമുണ്ട്. ഇവിടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ഒരു പ്രസ്താവനയാണ് എനിക്ക് ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നത്. കെട്ടകാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നത്. ഈ കെട്ടകാലത്തിന്റെ എല്ലാം ഞങ്ങളെയും ബാധിച്ചിട്ടുണ്ട് എന്ന് വി.ഡി. സതീശൻ പറയുകയാണ്. അതായത് ജനം കെട്ടുപോയി എന്ന് പറയുക. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? കെട്ടുപോയ രാഷ്ട്രീയ നേതാക്കൾ, ഉദ്യോഗസ്ഥർ, അവരാണ് സമൂഹം കെട്ടുപോകാനുണ്ടായ കാരണം. കാരണം ജനാധിപത്യ വ്യവസ്ഥയിൽ ജനം തെരഞ്ഞെടുത്ത് വിടുന്ന ജനപ്രതിനിധികള്, ഉദ്യോഗസ്ഥര് നന്നായി ഭരിച്ചാൽ മാത്രമേ ആ നാട് നല്ല രീതിയിൽ നിലനിൽക്കുകയുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളം വിട്ടുപോകുന്ന പുതിയ തലമുറയെ കുറ്റം പറയുവാൻ ശരിക്കും നമുക്ക് നമ്മുടെ മനസ്സാക്ഷി അനുവദിക്കുമോ? എന്റെ മനസ്സാക്ഷി അനുവദിക്കുന്നില്ല. കാരണം എന്താണ്? അതാണ് അല്പം മുമ്പ് ഞാൻ പറഞ്ഞത്. കോടതി ഉത്തരവുണ്ടായിട്ടും തന്റെ ബസ് ഓടിക്കാൻ ശ്രമിച്ച ബസിന്റെ ഓണറെ പോലീസുകാരുടെ മുമ്പിലിട്ട് ആണ് യൂണിയൻ നേതാവ് തല്ലിയത്. ഇവിടെ എങ്ങനെ പണിയെടുക്കും? ഇവിടെ ഞാൻ ചോദിക്കാം, ഇവിടെ ഏതെങ്കിലും വൃദ്ധമാതാപിതാക്കളെ നോക്കി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാന്യമായൊരു സ്വീകാര്യത ഇടവകയിൽ ലഭിക്കുമോ? തൊഴിലിനെ അംഗീകരിക്കുന്ന സംസ്കാരം നമ്മുടെ ഇടയിൽ ക്രിസ്തുവിശ്വാസികളുടെ ഇടയിൽ തന്നെ ഉണ്ടോ? ഇല്ല. തൊഴിലിന്റെ മാന്യത നമ്മുടെ ഇടയിൽ സ്വീകരിക്കപ്പെടുന്നില്ല. ഒന്ന്. രണ്ടാമത് പുറത്തുപോയി ചെയ്യുന്ന ആ ശമ്പളം ഇവിടെ കിട്ടുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ തൊഴിലിനനുസരിച്ച് നല്ല തൊഴിൽ, മോശം തൊഴിൽ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. കൂലിപ്പണിക്കാരന് ഒരു സ്റ്റാറ്റസ്, സർക്കാർ ഉദ്യോഗസ്ഥന് വേറെ സ്റ്റാറ്റസ്, രാഷ്ട്രീയക്കാരന് വേറൊരു സ്റ്റാറ്റസ്. അതിൽ തന്നെ ഭരണപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിൽ അവന് വേറെ ഒരു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആത്മാഭിമാനമുള്ള ഒരു തലമുറ ഇവിടെ നിൽക്കുമെന്ന് കരുതുന്നുണ്ടോ? ആവശ്യവും അനാവശ്യവും അവരുടെ സ്വകാര്യ ജീവിതങ്ങളിലേക്ക് എത്തി നോക്കുന്ന ഒരു പ്രവണത ഇവിടെ നിൽക്കുകയാണ്. സംഘടിത ന്യൂനപക്ഷത്തിന്റെ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരേപോലെ കടന്നു വരികയാണ്. ജാതി ഇവിടെ നിൽക്കുകയാണ്. ഇത്തരമൊരു അന്തരീക്ഷത്തിൽ ചിന്തിക്കുന്ന ഒരു സമൂഹം സ്വാഭാവികമായും ഓടി രക്ഷപ്പെടാനുള്ള പ്രവണതയുണ്ട്. ഇത് ഓടി രക്ഷപ്പെടുന്നതിന് ന്യായീകരിക്കല്ല ഞാൻ പറയുന്നത്, കുടിയേറ്റത്തിന് ന്യായീകരിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷം. ഇപ്പൊ നമുക്കറിയാം 2020 സാബു അദ്ദേഹത്തെ 2 കൈ നീട്ടിയാണ് തെലങ്കാന കൊണ്ടുപോയത്. അത് ഇവിടെ അതേസമയം ഇവിടെ മോൾ മുതലാളിമാർക്ക് നമ്മളൊരു പച്ചപ്പർവ്വതാനം വിരിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ വാങ്ങൽ ശേഷി ഉപയോഗിക്കുന്ന മോൾ മുതലാളിമാര് രാഷ്ട്രീയക്കാരുമായിട്ടുള്ള ബന്ധത്തിൽ ഇവിടെ തഴിച്ചു വളരുമ്പോൾ 5ഉം 10ഉം 100ഉം 1000 പേർക്ക് ജോലി കൊടുക്കുന്ന സംരംഭകർ കേരളം വിട്ടുപോകേണ്ടി വരികയാണ്. അപ്പോൾ പിന്നെ പുതിയ തലമുറയെ കുറ്റം പറഞ്ഞ വല്ല കാര്യമുണ്ട്? ഒരു കാര്യവുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഒത്തിരി കാര്യങ്ങൾ മാറേണ്ടതുണ്ട്. സഭയിലും സമൂഹത്തിലും രാഷ്ട്രവും. ഈ കുടിയേറ്റത്തിന് മാതാപിതാക്കളും സഭയും രാഷ്ട്രവും ഉദ്യോഗസ്ഥരും ഒരേപോലെ ഉത്തരവാദികളാണ്. അവരെ പ്രതിസ്ഥാനത്ത് നിർത്താതെ കുടിയേറ്റത്തെ വിശകലനം ചെയ്യുന്നത് നീതിയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ടാമത് മാതാപിതാക്കളുടെ കാര്യം പറയുമ്പോൾ തീർച്ചയായും വിശ്വാസ പാരമ്പര്യങ്ങൾ, സംസ്കാരം, നമ്മുടെ പൈതൃകങ്ങൾ പകർന്നു കൊടുത്താൽ ഇത് പരിഹരിക്കപ്പെടാവുന്നതേ ഉള്ളൂ. അവിടെ വിദേശത്താണെങ്കിലും ഇവിടെയാണെങ്കിലും 5 മക്കളുള്ള മാതാപിതാക്കള് അനാഥരാവുകയും വില പറയുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കുടിയേറ്റവും മാതാപിതാക്കൾ സുരക്ഷിതമായി കൂട്ടിച്ചേർക്കണമെന്നുള്ളത് നമുക്കൊരു പൊതു നിരീക്ഷണമായിട്ട് പറയാൻ പറ്റുകയില്ല. അത്തരമൊരു സാഹചര്യം ഇവിടെ ഉണ്ട്. പൂച്ചയോടും പട്ടിയോടും മിണ്ടാണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമായിരിക്കുമ്പോഴും നല്ല രീതിയിൽ പരിശീലനം കിട്ടിയാൽ, വിശ്വാസ പരിശീലനം നല്ല രീതിയിൽ കിട്ടിയാൽ അത് പരിഹരിക്കപ്പെടാവുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ ബ്രദർ, അടുത്ത ഒരു ചോദ്യം ഇതാണ്. ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളുടെ വാതിലുകൾ തുറന്ന് കിട്ടുന്നതിന് അവിടങ്ങളിലെ ജനസംഖ്യയുടെ കുറവ് മൂലമല്ലേ? അപ്പൊ അവിടുത്തെ വൃദ്ധജനങ്ങളെ ശുശ്രൂഷിക്കാനും പഠിക്കാനും ഒക്കെ പോകുമ്പോൾ ആ സംസ്കാരത്തിലെ തെറ്റായ പ്രവണതകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അവിടുത്തെ പാശ്ചാത്യ രാജ്യങ്ങളിലെ ജനസംഖ്യയല്ലേ
അവരെ സംബന്ധിച്ച് നമ്മൾ വിദേശികളാണ്. അപ്പം വിദേശികളെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവിടുത്തെ ജനസംഖ്യയിലുള്ള കുറവല്ലേ എന്നാണ് ചോദിക്കുന്നത്. അതേസമയം തന്നെ അവിടെ ചെന്ന് താമസിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവിടുത്തെ സംസ്കാരമല്ലേ നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ സംസ്കാരത്തെ നമ്മൾ വിട്ടുകളയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ശരിയായ ചോദ്യം തന്നെയാണ്. പക്ഷേ എനിക്ക് മറുപടി പറയുമ്പോൾ അതിന് സാധ്യതയാണ്. കാരണം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ കാണുകയും കേൾക്കുകയും അറിയുകയും രുചിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുമെന്നുള്ള യാഥാർത്ഥ്യമാണ്. സാഹചര്യങ്ങളുടെ മുകളിൽ ജീവിക്കാൻ കൃപ ലഭിച്ചവർ ചുരുക്കമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ സ്വാഭാവികമായും അത് സ്വാധീനിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയണം. മക്കളുടെ കുറവ് മൂലമല്ലേ അവർ നമ്മുടെ സഹായം തേടേണ്ടി വന്നത്, നമ്മൾ വിദേശികളല്ലേ എന്ന സ്ഥാപനയും യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത് കുടിയേറിയാലും ഇല്ലെങ്കിലും ഇത് നമ്മളെ സ്വാധീനിക്കും. കാരണം ഇന്ന് ലോകം ഒരു ഗ്രാമമായി മാറിക്കൊണ്ടിരിക്കുക. പണ്ടൊക്കെ നമുക്കറിയാം പേപ്പറിൽ ഒരു പേര് വരണമെങ്കിൽ തന്നെ ഒരു ഫോട്ടോ വന്നാൽ ഭയങ്കര ഇതായിരുന്നു. ഇന്ന് വലിയ ആൾക്കാർക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ഇന്ന് ഒരാൾ വൈറലാകും, ലോകം മുഴുവൻ വൈറലാകാൻ ഇന്ത്യയിൽ ഇരുന്നാലും മതി, എവിടെ ഇരുന്നാലും വൈറലാകാൻ സാധിക്കും. അതുകൊണ്ട് ലോകം ഒരു ആഗോള ഗ്രാമമായി ചുരുങ്ങുകയും എല്ലാവരും ആഗോള പൗരന്മാരായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഈ വിഷയത്തിലും കുടിയേറ്റത്തിലേക്ക് മാത്രം നോക്കുന്നതിന് കാര്യമില്ല. രണ്ടാമത് ക്രിസ്തു വിശ്വാസി എന്ന് പറയുന്നത് ആഗോള പൗരനാണ്. പുതിയ മാറിയ സാഹചര്യത്തിൽ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശമാവുക എന്നുള്ള കർത്താവിന്റെ കൽപ്പനയും നിങ്ങൾ ലോകത്തിലാണെന്ന ലോകത്തിന്റെ അല്ല എന്നൊരു കൽപ്പനയും ചേർത്ത് വെച്ചുകൊണ്ട് ആയിരിക്കുന്ന നട്ടടുത്ത് പുഷ്പിക്കുവാനുള്ളതായ ഒരു പുതിയ പരിശീലനത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. കുടിയേറിയാലും ഇല്ലെങ്കിലും ഇവിടെ ഈ ചോദ്യകർത്താവ് ഉയർത്തിയ സാംസ്കാരികമായ യൂറോപ്പിനുണ്ടായ ദുരന്തം നമുക്ക് ഉണ്ടാകും. കുടിയേറുന്നത് കൊണ്ട് കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതേപോലെ തന്നെ നമുക്ക് കേൾക്കുന്നുണ്ട് കുടിയേറിയങ്ങളിൽ ക്രിസ്തു വിശ്വാസികൾ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് എന്നവര് ഇടവക പള്ളിയിൽ പെരുന്നാളുകളും കാര്യങ്ങളും ഒക്കെയായി ചെണ്ടമേളങ്ങളും ഒക്കെ അവരവരുടെ ആ പഴയ തനിമ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഒറ്റ പോയിന്റിലൂടെ നോക്കിക്കാണുന്നത് അത്ര നീതിപൂർവമായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ആ ഭീഷണി അവിടെ നിലനിൽക്കുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇനി ഇത്തരം ഒരു വലിയ വിശകലനത്തിന് ഒരു സാധ്യതയില്ല. കാരണം അനേകർ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞ ഒരു വിഷയത്തെക്കുറിച്ച് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്നതായിരിക്കും ഇനി കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് ധാരാളം സംഘടനകളുണ്ട്, വിദഗ്ധരായ ദൈവശാസ്ത്രജ്ഞന്മാരായ മിത്രാന്മാരുണ്ട്, വൈദികരുണ്ട്, സന്യസ്തരുണ്ട്, അൽമായരുണ്ട്, ധ്യാന ഗുരുക്കന്മാരുണ്ട്, ധ്യാന കേന്ദ്രങ്ങളുണ്ട്, സഭയിലെ സംഘടനകളുണ്ട്, സഭയ്ക്ക് പുറത്തുനിന്ന് വിവിധ സംഘടനകളുണ്ട്, വിവിധ ചാനലുകളുണ്ട്. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് കൃത്യമായ വിഷൻ ആൻഡ് കൺവിക്ഷൻ, കൃത്യമായ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ദർശനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ മുമ്പോട്ട് വരിക, പ്രതികരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് നമ്മൾ മാറുകയും ഇപ്പൊ ഈ ചോദിച്ച ചോദ്യങ്ങൾ എത്രയോ പേര് മുന്നറിയിപ്പ് നമുക്കറിയാം. 2020 സാബു പറഞ്ഞ കാര്യം ഓർക്കുന്നത്. ഇവിടെ മാതാപിതാക്കളും കുറച്ച് പട്ടികളും അവശേഷിക്കണം അദ്ദേഹം പറഞ്ഞത് വൈറലായ പ്രസ്താവനയാണ്. അപ്പൊ ഇതെല്ലാവരും പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇനി നമ്മൾ എല്ലാവരും കൂടി ചെയ്യേണ്ടത് നല്ല വീക്ഷണമുള്ള, നല്ല ഉൾക്കാഴ്ചയുള്ള, ദർശനമുള്ള വ്യക്തികൾ ഒരുമിച്ച് കൂടുകയും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ, സംഘടനാപരമായ അഭിപ്രായങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഇതിനെ പരിഹരിക്കാൻ സാധിക്കും. നമുക്ക് സമയമുണ്ട്. വളരെ ഊർജ്ജസ്വലമായ ഒരു 30 വർഷം നമ്മുടെ കൺമുമ്പിൽ നിൽക്കുകയാണ്. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ കേരളത്തിലെ യുവതലമുറയും കേരളത്തിലെ സഭകളും ക്രൈസ്തവ സഭകളും അനുഗ്രഹീത സഭയാണ്. കാരണം ഒരു പ്രതിസന്ധി അതിനെ വിഴുങ്ങുന്നതിന് മുൻപ് തിരിച്ചറിയാൻ സൗഭാഗ്യം ലഭിച്ച സഭ ഏതാന്ന് ചോദിച്ചാൽ തീർച്ചയായും കേരളത്തിലെ ക്രൈസ്തവ സഭകൾ. പൗരസഭകളിലേക്ക് നോക്കിക്കോ, പൊളിറ്റിക്കൽ ഇസ്ലാം അതിനെ കീഴടക്കി കഴിഞ്ഞിട്ടാണ് തിരിച്ചറിയുന്നുള്ള. പാശ്ചാത്യ സഭയിലേക്ക് നോക്കിക്കേ, അവിടെ നമുക്ക് റോമാലേഖനം തുടങ്ങുന്നത് എങ്ങനെയാണ്? സ്ത്രീകൾ തങ്ങളുടെ സ്വാഭാവിക മാർഗം ഉപേക്ഷിക്കുന്നു, പുരുഷന്മാർ തങ്ങളുടെ സ്വാഭാവിക മാർഗം ഉപേക്ഷിക്കുന്നു. ലൈംഗിക അരാജകത്വത്തിലാണ് പാശ്ചാത്യ സഭയിലേക്ക് സുവിശേഷം കടന്നു ചെല്ലുന്നത്. ഇന്ന് എന്ത് ചെയ്യുന്നു? തിരിച്ച് അതേ അരാജകത്തിലേക്ക് പോവുകയാണ്. ഈ രണ്ട് പാഠവും ആര് കണ്ടു? കേരളത്തിലെ ക്രൈസ്തവർ കാണാനുള്ള സൗഭാഗ്യം കിട്ടി. അതുകൊണ്ട് ഇത്തരം വിമർശനങ്ങളും വിശകലനം ഇനിയും ഉണ്ടാകണം. ഇത് പറയുമ്പോൾ ഞാനത് തെറ്റാന്ന അർത്ഥത്തിലല്ല പറയുന്നത്, മറിച്ച് അടുത്ത സ്റ്റെപ്പ് നമ്മൾ വെക്കേണ്ടത് ഇനി നമുക്ക് ചാനൽ ചർച്ചകളിലടക്കം, സഭയിലടക്കം, കുടുംബത്തടക്കം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുവാനും നല്ല ദർശനമുള്ള വ്യക്തികൾ മുമ്പോട്ട് വരികയും ആ ദർശനങ്ങളെ KCYM-ഓ ജീസസ് യൂത്തോ SYM-ഓ അങ്ങനെയുള്ള സംഘടനകൾ ഏറ്റെടുക്കുകയും അത് നടപ്പിലാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും സഭാതലങ്ങളില്, ഇടവകാ തലങ്ങളില്, ഒരു ഇടവകയിൽ 300 വീടുണ്ടെങ്കിൽ അവിടുത്തെ സമ്പത്ത് നിലനിർത്തണമെങ്കിൽ സോഷ്യൽ സയന്റിസ്റ്റുകളുടെ 300 മക്കളെങ്കിലും 900 മക്കളെങ്കിലും ഉണ്ടാകും. അവനാണ് സമ്പത്ത് നിലനിർത്താനുള്ള കുഞ്ഞുങ്ങളെയെങ്കിലും ജനിപ്പിക്കേണ്ടത്.
തന്നെ തന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാകേണ്ടേ. അതിനർത്ഥം മൂന്ന് മക്കൾ വെച്ച് മതിയെന്നല്ല. തീർച്ചയായും ദൈവം തരുന്ന എല്ലാ മക്കളെയും സ്വീകരിക്കണമെന്നുള്ള ദൈവിക വചനം ചേർത്ത് വചനത്തിൽ തന്നെയാണ് അവിടെ പ്രസക്തി. അത് പറയുമ്പോഴും ഇത്തരം ഒരു വലിയൊരു ക്യാമ്പയിൻ കൃത്യമായ ലക്ഷ്യത്തോടെയുള്ളതാണ്. കൃത്യമായ പദ്ധതിയും പ്രാർത്ഥനയും എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക എന്നുള്ളതായിരിക്കണം മുഖ്യ പ്രയോറിറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ പറഞ്ഞ ചോദ്യങ്ങളൊന്നും അപ്രസക്തമാണെന്നോ ഇനിയും ഇത്തരം ചോദ്യങ്ങൾ ഉയരണ്ടെന്നുള്ള അർത്ഥമല്ല, മറിച്ച് നമ്മൾ കൂടുതൽ പരിഹാരങ്ങളെ കുറിച്ചും പദ്ധതികളെ കുറിച്ചും ചർച്ച ചെയ്യുകയും അത് നടപ്പിലാക്കാനുള്ളതായ വ്യക്തികളെ, ദർശനമുള്ളവരെ കണ്ടെത്തി അവരെ ലീഡിംഗ് പൊസിഷനിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മളൊരു പുതിയ മുന്നേറ്റം നടത്തണമെന്നുള്ളതാണ് എനിക്ക് കുറച്ച് ചേർത്ത് വെച്ച് പറയാനുള്ളത്. ഓക്കെ ബ്രദർ, വളരെ വ്യക്തമാണ്. അതായത് പ്രതികരിച്ചുകൊണ്ടിരിക്കേണ്ട സമയം കഴിഞ്ഞു, ഇനി പ്രവൃത്തിയിലേക്കാണ്. കാര്യക്ഷമമായിട്ട് ഇതിന് എന്ത് പരിഹാരം കാണാം എന്ന് കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു സമയമായി എന്നാണ് ബ്രദർ പറഞ്ഞു വയ്ക്കുന്നത്, അല്ലെ? ബ്രദർ, ഇത്രയും നേരം നൈറ്റ്സ് ടെംപ്ലറിന് വേണ്ടി ബ്രദറിന്റെ വിലപ്പെട്ട സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ബ്രദർ. താങ്ക് യു. ഇന്നത്തെ യുവതലമുറ പഠനത്തിനും ജോലിക്കുമൊക്കെയായി നടത്തുന്ന കുടിയേറ്റങ്ങളെ കുറിച്ചാണ് ബ്രദർ MM ജെറാൾഡ് ഇത്ര നേരം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ബ്രദർ പറഞ്ഞതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നതിനപ്പുറം നമ്മൾ അതിനുവേണ്ടിയുള്ള പരിഹാരങ്ങൾ കണ്ടെത്തേണ്ട ഒരു സമയമായി എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. പ്രേക്ഷകർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം ലഭിച്ചു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.